നവോത്ഥാനത്തിന്റെയും വിപ്ലവങ്ങളുടെയും അരങ്ങായി മാറിക്കൊണ്ടിരുന്ന അന്നത്തെ യൂറോപ്പിൽ ജനങ്ങൾ മതപരമായ യാഥാസ്ഥികത്വങ്ങളിൽ നിന്നും വഴിമാറി തുടങ്ങിയിരുന്നു. വിശ്വാസ ആചാരകർമ്മങ്ങളുടെ പുനർവായനകളും മതനേതൃത്വത്തിന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യുന്ന പുതിയ അവാന്ത വിഭാഗങ്ങളുടെ ഉദയവും മതപരമായി യേശുവിന്റെ ഘാതകർ എന്ന മുദ്രചാർത്തി മാത്രം യഹൂദരെ ശത്രുപക്ഷത്ത് നിർത്താൻ കഴിയില്ല എന്ന് മതസാംസ്കാരിക രാഷ്ട്രീയ മുതലെടുപ്പുകാർക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു. അതിനാൽ യൂറോപ്പിൽ അതിഭീകരമായി അന്ന് വർദ്ധിച്ചുകൊണ്ടിരുന്ന വംശീയ ദേശീയ മേൽക്കോയ്മ മനോഭാവങ്ങളെ മുൻനിർത്തി പല പല ഘട്ടങ്ങളിൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അപജയങ്ങളെയും അനർത്ഥങ്ങളെയും മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിന്റെ എല്ലാം മൂലകാരണം യഹൂദരാണെന്ന് വരുത്തി തീർക്കാനുള്ള കുതന്ത്രങ്ങൾക്ക് രൂപം നൽകാൻ അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനായി അവർ ആദ്യം ശ്രമിച്ചത് യഹൂദരുടെ സാമൂഹികവും സാംസ്കാരികവുമായ ഒത്തൊരുമയെയും ആവാസ വ്യവസ്ഥകളെയും പറ്റി തെറ്റിദ്ധാരണ പരത്തുക എന്നതായിരുന്നു. സുരക്ഷയ്ക്കും സ്വത്ത ആചാര അനുഷ്ഠാനങ്ങളുടെ പൂർണ്ണതയ്ക്കും വേണ്ടി മറ്റു ജനവിഭാഗങ്ങളിൽ നിന്നും മാറി അവരുടേതു മാത്രമായ സാമൂഹികവും മതപരവും വേഷഭൂഷാപരവുമായ ജീവിത ശൈലി പിന്തുടരുന്ന അവരെ വംശശുദ്ധിയിൽ അഹങ്കരിക്കുന്നവരായും ഏവരെയും സംശയത്തോടെ നോക്കുന്നവരായും ഇടപഴകാൻ ബുദ്ധിമുട്ടുള്ളവരായും ആഭിചാരവും ക്ഷുദ്രവും ചെയ്യുന്ന മ്ലേച്ഛന്മാരായും ചിത്രീകരിക്കാൻ തൽപര കക്ഷികൾക്ക് വളരെ എളുപ്പമായിരുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ ഈ പ്രചരണങ്ങൾ വഴി അവർ സമൂഹത്തിലെ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും അവരെ ജനങ്ങൾ സംശയിക്കുകയും ഭയപ്പെടുകയും ചെയ്തു. ഇത് ഭരണകൂടങ്ങളിൽ സ്വാധീനമുണ്ടാക്കുകയും സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്ന യാതൊരു ആനുകൂല്യങ്ങളും തൊഴിലവസരങ്ങൾക്കും അവർക്ക് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയുമുണ്ടായി. അതിനു പുറമെ ശക്തമായ നികുതികളും മതപരമായ വിവേചനങ്ങളും, എന്തിനേറെ ഒരു പൗരൻ എന്ന പരിഗണന പോലും ഈ തെറ്റിദ്ധാരണകൾ കാരണം വകവെച്ചു കൊടുക്കാൻ ജനസമൂഹമോ ഭരണകൂടമോ തയ്യാറായതുമില്ല. ഈ വംശീയമായ വേർതിരിവുകൾ കാരണം അവസരങ്ങൾ നഷ്ടപ്പെട്ട് ജീവിതം വഴിമുട്ടിപ്പോയ ജൂതന്മാർ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് പലിശ പോലുള്ള അവരുടെ പരമ്പരാഗത സാമ്പത്തിക രംഗങ്ങളെ പരിപോഷിപ്പിക്കാൻ തുടങ്ങിയത്. അതോടെ സമ്പത്തിന്റെ ക്രയവിക്രയത്തിന്റെ കേന്ദ്രങ്ങളായി ക്രമേണ ജൂത മേഖലകൾ മാറ്റപ്പെട്ടു. പയ്യെ അവർ സമൂഹത്തിൽ പ്രാപ്തി നേടി തുടങ്ങി. ഭരണകർത്താക്കൾ പോലും പലപ്പോഴും അവരെ ആശ്രയിക്കുന്ന സ്ഥിതിയുണ്ടായി. നിരന്തരമായ യുദ്ധങ്ങളും കലഹങ്ങളും ഭരണപരമായ പരാജയങ്ങളും കാരണം യൂറോപ്പിൽ സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുമ്പോഴൊന്നും യാതൊരു ഉൽപാദന രംഗങ്ങളിലും മുതൽ മുടക്കാതെ പലിശയിൽ അധിഷ്ഠിതമായി മാത്രം സമ്പത്ത് കൈകാര്യം ചെയ്ത യഹൂദരെ ഇതൊന്നും തന്നെ ബാധിച്ചതേയില്ല. ഈ ഒരു പ്രവണത സാമ്പത്തികമായി പ്രതിസന്ധിയിലായ സാമാന്യ ജനങ്ങളെ രോഷത്തിലാക്കുകയും ഈ രോഷം മുതലെടുക്കാൻ അവിടുത്തെ തൽപര കക്ഷികൾ പ്രചരണം ആരംഭിക്കുകയും ചെയ്തു. ഈ സാമ്പത്തികം പലിശയിൽ അധിഷ്ഠിതമായി കേന്ദ്രീകരിക്കപ്പെടുന്നത് തങ്ങളുടെ സമ്പത്തിനെ ചൂഷണം ചെയ്യാനും തട്ടിയെടുക്കാനുമുള്ള ജൂതലോബിയുടെ ഒരു നിഗൂഢ ശ്രമമായി അവർ പ്രചരിപ്പിച്ചു. അതോടെ വീണ്ടും സംശയത്തിന്റെ മുനയിൽ അകപ്പെട്ട യഹൂദരുടെ സാമ്പത്തിക സ്ഥാപനങ്ങളും സ്വത്തുവകകളും സമൂഹം കൈപ്പറ്റിയ പണം തിരികെ നൽകാതിരിക്കാൻ ആൾക്കൂട്ടങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അകാരണമായി ഈ ആക്രമണങ്ങൾക്കെതിരെ ന്യായമായും പ്രതികരിക്കുകയും പരാതിപ്പെടുകയും ചെയ്ത യഹൂദരുടെ മുകളിൽ ഈ ആക്രമണത്തിന്റെ കുറ്റങ്ങൾ മുഴുവൻ ചുമത്തി അകാരണമായി അകത്താക്കുകയും അല്ലെങ്കിൽ സ്വത്ത് പിടിച്ചെടുക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന മാതൃകയാണ് അധികാരികൾ കാണിച്ചുകൊണ്ടിരുന്നത്. പണമിടപാടുകളിൽ പോലും കടുത്ത നിയമങ്ങൾ കൊണ്ടുവരികയും ശിക്ഷയെന്നോണം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ച് ഗെറ്റോകൾ പോലുള്ള ചേരികളിൽ അവരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. സ്വത്ത് കണ്ടുകെട്ടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്നത് അവിടെ പതിവായി തുടങ്ങി. അതുപോലെ യഹൂദനെ തിരിച്ചറിയാൻ ഗ്രീസ് പോലുള്ള നാടുകളിൽ പ്രത്യേക ബാഡ്ജ് ധരിക്കാൻ നിർബന്ധിക്കുമായിരുന്നു. ഇതെല്ലാം പിന്നീട് ഹിറ്റ്ലർ കാര്യക്ഷമമായി നടപ്പാക്കിയ മാതൃകകളായിരുന്നു. എപ്പോഴെല്ലാം യൂറോപ്പിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും യഹൂദന്റെ സമ്പത്ത് കവർന്നെടുത്ത് അവർ അതിന് പരിഹാരം കണ്ടുകൊണ്ടേയിരുന്നു. അതോടെ പല യഹൂദരും പടിഞ്ഞാറൻ യൂറോപ്പ് വിട്ട് കിഴക്കൻ യൂറോപ്പിലേക്ക് പലായനം ചെയ്തു തുടങ്ങി. എന്നാൽ ഈ സാമ്പത്തിക അതിക്രമം കടുത്ത വംശീയതയിലേക്കും യഹൂദ വിരോധത്തിലേക്കും വഴിമാറാനുള്ള ഒരു ദാരുണ സംഭവം കൂടി യൂറോപ്പിൽ ഉടൻ തന്നെ സംഭവിച്ചു. വിശുദ്ധനായ വില്യം ഓഫ് നോർവിച്ച് എന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ട വില്യം എന്ന 8 വയസ്സുകാരനെ ഇംഗ്ലണ്ടിൽ കാണാതാവുകയും രക്തം വാർന്ന് കൊല്ലപ്പെട്ട അവസ്ഥയിൽ കണ്ടെത്തുകയും ചെയ്തതോടുകൂടി ഇംഗ്ലണ്ടിൽ യഹൂദർക്കെതിരെ പുതിയ കുപ്രചരണങ്ങൾക്ക് തുടക്കം കുറിച്ചു. മതഭക്തിയുള്ള ക്രിസ്ത്യൻ ബാലന്മാരെ തിരഞ്ഞുപിടിച്ച് ബലി നൽകി അവരുടെ രക്തം സേവിക്കുന്ന ഒരു കർമ്മം യഹൂദന്റെ അനുഷ്ഠാന കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ന പച്ചക്കള്ളം കാട്ടുതീ പോലെ പറന്നു. വ്യക്തമായ തെളിവുകളോ
ആരാണ് ആ കൊലപാതകം ചെയ്തതെന്ന അന്വേഷണമോ ഇല്ലാതെയായിരുന്നു ഈ വിദ്വേഷ പ്രചരണത്തിന്റെ തുടക്കമുണ്ടായിരുന്നത്. അതോടെ അക്രമാസക്തരായ ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ 18ഓളം നിരപരാധികളായ യഹൂദരെ യാതൊരു തെളിവുമില്ലാതെ തൂക്കിലിടേണ്ടി വന്നു ഭരണാധികാരികൾക്ക്. പല യഹൂദ കേന്ദ്രങ്ങളും ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും കണ്ണിൽ കണ്ട യഹൂദന്മാരെല്ലാം പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. സ്പെയിനിൽ വിശുദ്ധനായ ഡൊമിഗോ ഡെവോൾ എന്ന ഒരു ബാലന്റെ കൊലപാതകം കൂടിയായതോടെ യൂറോപ്പിൽ അന്ന് പതിവായിരുന്ന കുട്ടികളുടെ തിരോധാരണവും കൊലപാതകങ്ങളും പൂർണ്ണമായും യഹൂദന്റെ മേതിൽ ചാർത്തപ്പെടുകയും ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് അവർ നിരന്തരം വിധേയമാക്കപ്പെടുകയും ചെയ്തു. പലപ്പോഴും പ്രതികാരം എന്നോണം അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഈ ആൾക്കൂട്ടം കൊന്നുകളയുമായിരുന്നു. ഒറ്റപ്പെട്ട വിദൂര ഗ്രാമങ്ങളിലേക്ക് ഉൾവലിഞ്ഞും അതീവ ജാഗ്രത പുലർത്തിയും ഈ ദുരവസ്ഥയെ തരണം ചെയ്യാൻ അവർ പരമാവധി പരിശ്രമിച്ചു. ചില ഭരണമാറ്റങ്ങളിൽ അവർക്ക് ചില ആശ്വാസങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന് മാത്രം. രക്ത അപവാദം എന്ന പേരിൽ അറിയപ്പെട്ട ഈ ദുരാരോപണം പടർന്നു പിടിക്കുന്ന കാലത്ത് തന്നെയാണ് കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അപ്പവും വീഞ്ഞും ദുരുപയോഗം ചെയ്യുകയും യേശുവിന്റെ ക്രൂശീകരണവും പീഡനവും യഹൂദർ ഇപ്പോഴും പുനരാവിഷ്കരിച്ച് ആഘോഷിക്കുന്നുവെന്ന് ഹോസ്റ്റ് ഡിസ്ക്രിഷൻ എന്ന പേരിലുള്ള ഒരു ആരോപണം കൂടി സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കപ്പെട്ടത്. മത ആചാരങ്ങളിൽ നിന്ന് അകന്നു തുടങ്ങിയ യുവതലമുറയെ വികാരപരമായി പിടിച്ചു നിർത്താൻ മതമേലധ്യക്ഷന്മാർ കണ്ടെത്തിയ ഈ നീചമായ മാർഗം പക്ഷേ യഹൂദരെ വീണ്ടും അപകടത്തിന്റെ മുനമ്പിലേക്ക് തള്ളിയിട്ടു. അവരുടെ ആചാര അനുഷ്ഠാന മതകർമ്മങ്ങൾ നിരന്തരമായി അവഹേളിക്കപ്പെടുന്നതും അവരുടെ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നതും പ്രാർത്ഥനാ കൂട്ടായ്മകൾ തച്ചു തകർത്ത് അവരെ കൂട്ടക്കൊല ചെയ്യുന്നതും യൂറോപ്പിൽ പതിവായി മാറിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധം വരെ ലക്ഷക്കണക്കിന് യഹൂദന്മാർക്ക് ജീവനും സ്വത്തിനും സമ്പത്തിനും വലിയ നാശം ഈ ഒരു ആരോപണം കൊണ്ട് മാത്രം സംഭവിച്ചിരുന്നു. ഫ്രാൻസ് പോലുള്ള സ്ഥലങ്ങളിൽ ദിനം പ്രതി എന്നോണം യഹൂദരുടെ ആചാരക്രമങ്ങൾ അപമാനിക്കുകയും അവരുടെ തൽമൂദ് അടക്കമുള്ള മതഗ്രന്ഥങ്ങൾ മലിനപ്പെടുത്തുകയും പിച്ചു ചീന്തുകയും കത്തിക്കുകയും ചെയ്യുന്നത് ഒരു പതിവ് കാഴ്ചയായിരുന്നു. പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രതിരോധ പ്രവർത്തനങ്ങളും ദയയും ഇടക്കുണ്ടാവുന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ശ്രദ്ധ മാറിപ്പോകുന്നതും റഷ്യ, കിഴക്കൻ യൂറോപ്പ്, ഒട്ടോമൻ സാമ്രാജ്യം എന്നിവിടങ്ങളിലേക്കുള്ള പലായനങ്ങളും അവർക്കൊരു ആശ്വാസവും അർത്ഥവും നൽകി എന്ന് മാത്രം. കുറെയൊക്കെ പിടിച്ചു നിന്നത് ഈ ഒരു പ്രക്രിയയിലൂടെയായിരുന്നു യൂറോപ്പിൽ. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിനെ ശവപ്പറമ്പാക്കിയ കറുത്ത മരണമെന്ന പ്ലേഗ് യഹൂദർക്ക് മരണം കൊണ്ടുവന്നത് ഒരു രോഗാവസ്ഥയായിട്ടായിരുന്നില്ല, പകരം പീഡനങ്ങളും കൂട്ടക്കൊലകളുമായിട്ടായിരുന്നു. കൂട്ട മരണങ്ങൾ കണ്ട് പകച്ച യൂറോപ്യൻ ജനത സഹികെട്ട് ഭരണാധികാരികൾക്കെതിരെ രോഷം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ അവരുടെ രോഷം ശമിപ്പിക്കാൻ വീണ്ടും അവർ യഹൂദരെ ഇരകളാക്കി. വൃത്തിഹീനമായി എലികളും മറ്റു ക്ഷുദ്രജീവികളും നിർബാധം വിഹരിക്കുന്ന യൂറോപ്യൻ തെരുവ് ചുറ്റുപാടുകളിൽ നിന്നു മാറി പരിമിതങ്ങളെങ്കിലും ആരോഗ്യപരമായ ചുറ്റുപാടിൽ ജീവിക്കുന്ന യഹൂദർക്ക് പ്ലേഗ് ബാധയുടെ സാന്നിധ്യം കുറവായിരുന്നതിനാൽ യൂറോപ്യന്മാരോടുള്ള വിരോധം തീർക്കാൻ യഹൂദർ കിണറുകളിൽ വിഷം കലർത്തിയത് കൊണ്ടാണ് പ്ലേഗ് പടരുന്നതെന്നും അവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കുന്നത് അവർ അവരുടെ വെള്ളത്തെ ശുദ്ധമായി നിലനിർത്തുന്നത് കൊണ്ടാണെന്നും അവർ പറഞ്ഞു പരത്തി. കാട്ടുതീ പോലെ പടർന്ന ഈ ആരോപണം പക്ഷേ മുൻകാലങ്ങളിൽ പോലെ ഒറ്റപ്പെട്ട കൂട്ടക്കൊലകളിൽ നിന്ന് മാത്രം ഒതുങ്ങി നിന്നില്ല. അവരുടെ ആവാസ വ്യവസ്ഥകളെ മുഴുവൻ തീവച്ച് അവരെ കൂട്ടത്തോടെ ചുട്ടുകൊല്ലുന്ന സംഭവങ്ങളിലേക്കാണ് യൂറോപ്പ് സ്ഥിരമായി മാറിക്കൊണ്ടുപോയത്. ഒരു കാലത്ത് ഒരു ഭാഗത്ത് പ്ലേഗ് മൂലം ആളുകൾ മരിക്കുമ്പോൾ മറുഭാഗത്ത് യഹൂദർ അതിക്രമങ്ങൾക്കിടയിൽ മരണപ്പെട്ടുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം പുറമെ യഹൂദരെ അപരവൽക്കരിക്കാനും അപകീർത്തിപ്പെടുത്താനും ഉതകുന്ന രീതിയിലുള്ള കൃതികളും സാഹിത്യങ്ങളും നാടകങ്ങളും യൂറോപ്പിൽ ഉടനീളം അവർക്കെതിരെയുള്ള ആരോപണങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. വെനീസിലെ വ്യാപാരി എന്ന കൃതിയിൽ കാണപ്പെട്ട ഷൈലോക്ക് അടക്കമുള്ള ക്രൂരമായ കഥാപാത്രം ഇതിന്റെ ഒരു ഉദാഹരണം മാത്രമായിരുന്നു. ദ പ്രിയർ ടെയിൽ എന്ന ക്ഷുദ്രകൃതി രക്ത അപവാദത്തിന് യഹൂദരുടെ ആഭിചാരവുമായി കൂട്ടിക്കെട്ടി അപസർപ്പ കഥകളുടെ മേൻപൊടിയോടുകൂടി ന്യായീകരണങ്ങൾ ചമച്ചു. മറ്റു സാഹിത്യങ്ങൾ വഴി യഹൂദ ക്രൈസ്തവർ തമ്മിലുള്ള വിവാഹം നിഷേധമായിരുന്നതിനാൽ അതിനെ മറികടക്കാൻ യഹൂദർ ക്രൈസ്തവ യുവതികളെ പ്രണയിക്കുന്നുവെന്നും അവരെ വംശീയമായി മലിനപ്പെടുത്തുന്നുവെന്നും പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സംശയത്തിന്റെ മുൾമുനയിലായ ജനക്കൂട്ടം അവർക്ക് സംശയം തോന്നിയവരെല്ലാം പൊതുവിചാരണ ചെയ്യുകയും തല്ലിക്കൊല്ലുകയും ചെയ്യുമായിരുന്നു. ചിലപ്പോഴെല്ലാം ഭരണകൂടം തന്നെ യാതൊരുവിധ തെളിവുകളുമില്ലാതെ അവരെ തടവിലാക്കുകയോ നാടുകടത്തുകയോ അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയോ ചെയ്യുമായിരുന്നു.
ഇതോടുകൂടി പടിഞ്ഞാറൻ യൂറോപ്പിൽ നിന്നും യഹൂദർ ഏകദേശം പൂർണ്ണമായി കിഴക്കൻ യൂറോപ്പിലേക്ക് പറിച്ചു നടപ്പെട്ടു. ആദ്യകാലങ്ങളിൽ ഒട്ടോമൻ സാമ്രാജ്യങ്ങളിൽ എങ്ങനെ യഹൂദർ ജീവിച്ചോ അതുപോലെ സമൃദ്ധമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ മധ്യകിഴക്കൻ യൂറോപ്പിലും പടിഞ്ഞാറൻ റഷ്യയിലും അവർക്ക് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലേക്ക് എത്തപ്പെട്ട യഹൂദർ ആ രാജ്യങ്ങളിൽ മികച്ച സാന്നിധ്യമാവുകയും പുരോഗതിയെ നിയന്ത്രിക്കുകയും ചെയ്തു. സാമ്പത്തിക, വ്യവഹാര, രാഷ്ട്രീയ മീമാംസയിൽ മികച്ചു നിന്ന അവർ ഭരണകൂടങ്ങളെയും ചക്രവർത്തിമാരെയും സ്വാധീനിക്കാൻ തക്ക കരുത്ത് നേടുകയും രാജ്യ നയ രൂപീകരണങ്ങളിൽ പോലും നിർണായക ശക്തിയായി മാറുകയും ചെയ്തു. കാലക്രമേണ സ്വാഭാവികമായും ഇത് തദ്ദേശീയരായ രാഷ്ട്രീയ വൃന്ദങ്ങളെ അസ്വസ്ഥമാക്കി. അവർ വൈകാതെ യഹൂദർക്കെതിരെ തിരിയാൻ ആരംഭിച്ചു. യൂറോപ്പിൽ കത്തി നിന്നിരുന്ന ദേശീയതയെ ഉപയോഗിച്ച് വിദേശികളായ യഹൂദർക്ക് എതിരെ ഗൂഢാലോചനയും കുപ്രചരണങ്ങളും നടത്തിയ അവർ ഒരു പരിധിവരെ അതിൽ വിജയിക്കുകയും രാഷ്ട്രീയവും ഭരണകൂടവുമായ മേഖലകളിൽ നിന്ന് യഹൂദരുടെ സ്വാധീനം കുറയ്ക്കാനും അവർക്ക് കഴിയും. എന്നാൽ അപ്പോഴും സാമ്പത്തിക മേഖലകളിൽ യഹൂദർ ശക്തിയായി തന്നെ നിലകൊണ്ടു. ഇത് തകർക്കാൻ പടിഞ്ഞാറൻ യൂറോപ്പിൽ യഹൂദർക്ക് ദുരന്തം വിതച്ച ആ ദുരാരോപണങ്ങളുടെ പ്രചരണം കിഴക്കൻ യൂറോപ്പിലും ആവർത്തിച്ചു. അതോടെ ജനങ്ങൾ യഹൂദരെ സംശയ ദൃഷ്ടിയോടെ കാണാൻ തുടങ്ങുകയും മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ പലതരത്തിലുള്ള നിയമനിർമ്മാണത്തിലൂടെ അവരെ വലിഞ്ഞു മുറുക്കുകയും ചെയ്തു. ഇതിൽ ഏറ്റവും സുപ്രധാന പങ്കുവഹിച്ച അലക്സാണ്ടർ രണ്ടാമന്റെ അജ്ഞാതമായ കൊലപാതകം യഹൂദരുടെ തലയിലാവുകയും കിഴക്കൻ യൂറോപ്പിൽ അവരുടെ നല്ല കാലം അവസാനിക്കുകയും ചെയ്തു. പിന്നീട് ഭരണത്തിലേറിയ അലക്സാണ്ടർ മൂന്നാമൻ ചക്രവർത്തിയുടെ ഉപദേശകനായി വന്ന ക്രിസ്ത്യൻ പാരമ്പര്യവാദിയായ പൊബിനാസോഫ് പോലുള്ള രാഷ്ട്രീയ ഉപദേശകർ യഹൂദരുടെ സകല പൗര അവകാശങ്ങൾ റദ്ദു ചെയ്യാൻ ചക്രവർത്തിക്ക് ബുദ്ധി ഉപദേശിച്ചു. അതോടെ സ്വന്തമായി ഭൂമി വാങ്ങാനോ യാത്ര ചെയ്യാനോ എന്തിന് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് ഒരു ജോലിക്കാരനെ വിളിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് യഹൂദർ മാറി. യൂണിവേഴ്സിറ്റികളിൽ വിദ്യാഭ്യാസം ലഭിക്കാൻ മതം മാറേണ്ട അവസ്ഥ വരെ അവർക്ക് സംജാതമായി. പ്രോഗ്മകൾ എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ട യഹൂദ പീഡനങ്ങളുടെ പരമ്പരയായിരുന്നു പിന്നീട് അവിടെ നടന്നത്. അതുവരെ എല്ലാവരുമായി ഇടകലർന്ന് ജീവിച്ചിരുന്ന യഹൂദന്മാരെ പ്രത്യേകം അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും അവിടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ നിർബന്ധിക്കുകയും ചെയ്തു. അതോടെ യഹൂദരെ വളരെ വേഗം ലക്ഷ്യം വെക്കാൻ ശത്രുക്കൾക്ക് കഴിയുന്ന അവസ്ഥ സംജാതമായി. ഓരോ ആരോപണങ്ങൾ ഉയരുമ്പോഴും അതിന്റെ ബാക്കി പത്രമെന്നോണം നിരന്തരമായി ഈ ആവാസ വ്യവസ്ഥാ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെടുന്നത് പതിവായിരുന്നു. അന്നത്തെ റഷ്യയുടെ ഭാഗമായ ഉക്രൈനിലും സമീപ പ്രദേശങ്ങളിലും വ്യാപകമായി യഹൂദർ ആക്രമിക്കപ്പെടുകയും കൂട്ടക്കൊലകൾക്ക് വിധേയമാവുകയും ചെയ്തു. അവരെ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കുകയും 4 ലക്ഷത്തോളം യഹൂദർ ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യയുടെ ഭാഗമായി യുദ്ധം ചെയ്യാൻ നിർബന്ധിതരാകുകയും വളരെ നല്ലൊരു വിഭാഗം കൊല്ലപ്പെടുകയും ചെയ്തു. യുദ്ധപരാജയങ്ങൾ പോലും അവരുടെ പേരിൽ ആരോപിക്കപ്പെടുകയും അതിനെല്ലാം അവർ മറുപടി പറയേണ്ട അവസ്ഥ സംജാതമാവുകയും ചെയ്തു. പോളണ്ടിലും ഓസ്ട്രിയ ഹംഗറി സാമ്രാജ്യത്തിലും പടിഞ്ഞാറ് യൂറോപ്പിലെ ജൂത പീഡനങ്ങളുടെ തനി ആവർത്തനങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരുന്നു. പ്രാണരക്ഷാർത്ഥം അന്ന് ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന അമേരിക്കൻ നാടുകളിലേക്കും ആഫ്രിക്കയിലേക്കും യഹൂദർ പലായനം ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ കിഴക്കൻ യൂറോപ്പിൽ യഹൂദരുടെ ജനസംഖ്യ താഴോട്ട് പോയി തുടങ്ങി. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും ആധുനിക ജനാധിപത്യ സംസ്കാരങ്ങളും പുതിയ ലോകക്രമങ്ങളും ശാക്തിക ചേരിയുടെ മാറ്റങ്ങളും യഹൂദരോടുള്ള നിലപാടുകളിൽ യൂറോപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. തകർന്നു കിടന്ന രാഷ്ട്ര നിർമ്മിതിക്ക് അമേരിക്കയിൽ ശക്തിപ്പെട്ടുകൊണ്ടിരുന്ന യഹൂദ ലോബിയുടെ സഹായം അത്യന്താപേക്ഷിതമായതും ഇതിനൊരു കാരണമായി. റഷ്യയിൽ ബോൾഷെവിക്കുകൾ അധികാരം പിടിച്ചതോടെ റഷ്യയിലെ യഹൂദ പീഡനങ്ങൾക്ക് അറുതിയായി. തങ്ങളെ പീഡിപ്പിച്ച സർ ചക്രവർത്തിമാരെ അട്ടിമറിക്കാൻ യഹൂദർ ഗൂഢാലോചന നടത്തി രൂപകൽപ്പന ചെയ്തതാണ് കമ്മ്യൂണിസം എന്ന ആശയമെന്നും ഒരു ഗൂഢാലോചന സിദ്ധാന്തം നിലവിലുണ്ട്. എന്തു തന്നെയായാലും പടിഞ്ഞാറും കിഴക്കുമുള്ള പ്രദേശങ്ങളിൽ വീണ്ടും യഹൂദർ പ്രതാപം വീണ്ടെടുത്തു തുടങ്ങി. 1930 വരെ തൽസ്ഥിതി തുടരുകയും യഹൂദർ യൂറോപ്പിന്റെ അവിഭാജ്യ ഘടകമാവുകയും ചെയ്തു. എന്നാൽ ജർമ്മനിയിൽ നാസികളുടെയും ഹിറ്റ്ലറിന്റെയും ഉദയം അന്നുവരെ കാണാത്ത യഹൂദ വംശഹത്യയിലേക്കാണ് നാന്ദി കുറിച്ചത്. ഏതോ നിഗൂഢമായ കാരണത്താൽ കടുത്ത യഹൂദ വിരോധിയായിരുന്ന ഹിറ്റ്ലർ തന്റെ രാഷ്ട്രീയ നിർമ്മിതിക്കു വേണ്ടിയും ഒന്നാം ലോക മഹായുദ്ധത്തിൽ തകർന്ന തരിപ്പണമായ
ജർമ്മൻ ദേശീയതയിലെ ജനങ്ങളെ ഒന്നിപ്പിച്ചു നിർത്താനും തന്റെ ശത്രുവിനെ തന്നെ കരുവാക്കാൻ തീരുമാനിച്ചു. യൂറോപ്പിന്റെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന വംശീയ ചിന്തകളെയും യഹൂദ വിരോധത്തെയും അയാൾ തന്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും പൊടിതട്ടിയെടുത്തു. മുമ്പ് യഹൂദർക്ക് എതിരെ എന്തെല്ലാം ആരോപണങ്ങൾ ഉണ്ടായിരുന്നു യൂറോപ്പിൽ, അതെല്ലാം മറ്റൊരു വിധത്തിൽ വീണ്ടും ജർമ്മനിയിൽ പ്രചരിക്കാൻ തുടങ്ങി. യഹൂദർ നീചന്മാരാണെന്നും യൂറോപ്യൻ സമൂഹത്തിൽ ജീവിക്കാൻ യാതൊരു അവകാശമില്ലാത്തവരാണെന്നും അവർ അവരുടെ ആര്യരക്തത്തെ മലിനപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നവരാണെന്നും എന്നും തുടങ്ങിയുള്ള വലിയ വലിയ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗീബൽസിനെ പോലുള്ള വലിയ വിദ്വേഷ പ്രചാരകർ ആൾക്കാർ കേട്ടാൽ അവിശ്വസനീയമെന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള നുണകൾ പോലും യഹൂദർക്കെതിരെ പ്രചരിപ്പിച്ചു തുടങ്ങിയിരുന്നു. യഹൂദർ ജർമ്മൻ സ്ത്രീകളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് വംശശുദ്ധിക്ക് ഭംഗം വരുത്തുന്നു എന്നും ഈ തരത്തിൽ 10,000-ഓളം സ്ത്രീകൾ ബാധിക്കപ്പെട്ടു എന്നും അവർ നിരന്തരം പോസ്റ്ററുകളുടെയും പത്രങ്ങളുടെയും ചുമരുകളിലൂടെയും നിരന്തരമായി പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ജർമ്മനിയുടെ പരാജയത്തിന്റെ പ്രധാന കാരണം യഹൂദർ ശത്രുക്കൾക്ക് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയതാണെന്നും അവർ അതിനുള്ള ശിക്ഷ അനുഭവിക്കണമെന്നും തീപാറുന്ന തന്റെ പ്രസംഗത്തിലൂടെ ഹിറ്റ്ലർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. സ്വാഭാവികമായും നിരന്തരമായ ഈ വിദ്വേഷ പ്രസംഗം യഹൂദരുടെ എതിരെ ആ ജനങ്ങളുടെ മനസ്സിൽ വിരോധവും വിദ്വേഷവും വീണ്ടും പൊട്ടിമുളക്കാൻ ആരംഭിച്ചു. സാമ്പത്തികമായും ശാസ്ത്രീയമായും സാങ്കേതികമായും സകല മേഖലകളിലും മികച്ച നേട്ടം കൈവരിച്ച ജർമ്മൻ യഹൂദരെ വലിയ വലിയ നികുതികളിലും മറ്റു പ്രശ്നങ്ങളിലും കുടുക്കിയിട്ട് അവരെ വലിഞ്ഞു മുറുക്കുകയും നിസാര കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പോലും വലിയ ശിക്ഷകൾ വിധിച്ച് അവരുടെ സ്വത്തുകൾ പിടിച്ചെടുക്കുകയും ചെയ്യാൻ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് വലിയ ഭാഗം വഹിച്ചു. അതുകൊണ്ട് തന്നെ ഇവരോടുള്ള വിദ്വേഷം കാരണം ആരും തന്നെ അവർക്ക് എതിരെ തിരിയാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നതുമില്ല. ഈ പ്രചാരണങ്ങൾക്കെല്ലാം പുറമെ ജൂതർ ലോകം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ദ പ്രോട്ടോകോൾസ് ഓഫ് ദി എൽഡേഴ്സ് ഓഫ് സിയോൺ എന്ന യഹൂദർക്ക് പോലും പരിചയമില്ലാത്ത ഒരു വ്യാജകൃതിയിൽ പറയുന്നുണ്ടെന്ന് പ്രചരിപ്പിക്കുകയും അവരുടെ ഈ അധിനിവേശ ശ്രമങ്ങളെ തടുക്കേണ്ടത് ഓരോ ജർമ്മൻ പൗരന്റെയും കടമയാണെന്നും നാസികൾ അവരെ ഓർമ്മപ്പെടുത്തി. അതോടെ പൂർണ്ണമായും യഹൂദർ ജർമ്മനിയിൽ ഒറ്റപ്പെട്ടു. ജനം പൂർണ്ണമായും തങ്ങളുടെ കുപ്രചരണങ്ങൾ വിശ്വസിച്ചു എന്ന് മനസ്സിലാക്കിയ നാസികൾ യഹൂദർക്കെതിരെ യഥാർത്ഥ പീഡനങ്ങൾ ആരംഭിച്ചു. അവരുടെ ആവാസ വ്യവസ്ഥകളിൽ നിന്നും അവരെ പറിച്ചുമാറ്റി അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലാത്ത പണ്ട് ഗ്രീസ് ചെയ്തതുപോലുള്ള ഗെറ്റോകൾ എന്ന പ്രത്യേക മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. തിരിച്ചറിയാൻ അവരോട് നിർബന്ധമായും ബാഡ്ജ് ധരിക്കാനും പറഞ്ഞു. സ്വത്തും സമ്പാദ്യവും നഷ്ടപ്പെട്ട് നിർബന്ധമായ വീട്ടുതടങ്കലിൽ ആ പാവം ജനത കഴിഞ്ഞുകൂടേണ്ടി വന്നു. ലോകാധിപത്യത്തിന്റെ ഭാഗമായി ഹിറ്റ്ലർ 2ാം ലോക മഹായുദ്ധം ആരംഭിക്കുകയും ശക്തമായ തിരിച്ചടികൾക്ക് അവസാനം യഹൂദരുടെ വംശഹത്യയും മറ്റ് കൂട്ടക്കൊലകളും നിർബാധം അയാൾ ആരംഭിക്കുകയും ചെയ്തു. ഈ ഗെറ്റോകൾ നിരന്തരമായി ആക്രമിക്കപ്പെടുകയും കൂട്ടക്കൊലകളും ബലാത്സംഗങ്ങളും നിർബന്ധിത അടിമവേലകളും വർദ്ധിച്ചു വരികയും ചെയ്തു. നികൃഷ്ട ജീവികളായി അവർ കണ്ട യഹൂദരെ കൊന്നുകളയാൻ ചിലവേറിയ ബുള്ളറ്റുകൾ ഉപയോഗിക്കുന്നത് അപമാനമായി കണ്ട നാസികൾ ആ പ്രശ്നം പരിഹരിക്കാൻ കണ്ടെത്തിയ മാർഗങ്ങളായിരുന്നു ഗ്യാസ് ചേംബറുകൾ. ഒരു വലിയ ജനസമൂഹത്തെ എളുപ്പത്തിൽ കൂട്ടക്കൊല ചെയ്യാൻ കഴിയുന്ന ഈ മാർഗം വഴി ഏകദേശം 10 ലക്ഷത്തോളം യഹൂദർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് അനൗദ്യോഗിക കണക്ക്. അതുപോലെ തന്നെ പട്ടിണിയും പീഡനവും സാംക്രമിക രോഗങ്ങളും ദുരന്തങ്ങളും കാരണം മരിച്ചത് 50 ലക്ഷത്തോളം ജൂതരാണെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ജർമ്മനിയിലെ യഹൂദരേക്കാൾ കൂടുതൽ പീഡനം നേരിട്ടത് ജർമ്മനി കീഴടക്കിയ പോളണ്ടിലെയും ഓസ്ട്രിയയിലെയും ജൂതന്മാർക്കാണ്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അകപ്പെട്ട് പിന്നീട് ജർമ്മനിയെ തോൽപ്പിച്ച റഷ്യൻ ചെമ്പട അവിടെ സന്ദർശിക്കുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്തു. ആ മോചിപ്പിക്കപ്പെട്ട യഹൂദ ജീവച്ചവങ്ങളെ കണ്ട് ലോകം നടുങ്ങിപ്പോയി. മാനവരാശിയെ മരവിപ്പിക്കാൻ പോകുന്ന ക്രൂരതകൾ അനുഭവിച്ച ആ ജനവിഭാഗം അങ്ങനെ ലോക സമൂഹത്തിന്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി മാറി. അനിവാര്യമായ അന്ത്യമെന്നോണം ഹിറ്റ്ലറുടെ മരണവും തുടർന്ന് അവസാനിച്ച 2ാം ലോക മഹായുദ്ധവും യഹൂദർക്ക് മുന്നിൽ മറ്റൊരു ലോകക്രമത്തെ തുറന്നിട്ടു. നൂറ്റാണ്ടുകൾ നീണ്ട യഹൂദ പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെട്ടുകൊണ്ടിരുന്ന സമ്പ്രദായങ്ങൾക്കും അറുതി വരികയും അവരുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സംരംഭങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കടുത്ത പീഡനങ്ങൾക്കൊടുവിൽ സമൂഹത്തിന്റെ ദയാവായ്പകൾ ഏറ്റുവാങ്ങി ശക്തരാകുന്നതിന് മുമ്പ് തന്നെ ഇതിൽ നിന്നും മോചനം നേടാൻ അവർ പദ്ധതിയിട്ടിരുന്നു. അതിന്റെ പിൽക്കാലത്തെ പേരായി മാറിയതാണ് സയനിസം. ഇരകളിൽ നിന്നും
വേട്ടക്കാരിലേക്കുള്ള പരിണാമം. ഇവിടെയാണ് യഹൂദർ അഥവാ സയനിസ്റ്റുകൾ ആരംഭിക്കുന്നത്.